നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സാമൂഹ്യനീതി ദിനാഘോഷം കാസർഗോഡ് വൈവിധ്യമാർന്ന പരിപാടികളോടെ നടന്നു. ജില്ലാതല ഉദ്ഘാടനം മന്ത്രി എം.കെ. മുനീർ നിർവഹിച്ചു. കാസർഗോഡ് റവന്യൂ ജില്ലാ കലോത്സവം 2015 ജനുവരി 5 മുതൽ 9 വരെ കാടങ്കോട് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. സംഘാടക സമിതി രൂപീകരണ യോഗം നടന്നു. കേന്ദ്ര സർവകലാശാലയുടെ പ്രവർത്തന പദ്ധതികളെ അറിയിച്ച് ഫ്ലൈറ്റ് ടു വിറ്റ്സം പരിപാടി പെരിയയിൽ നടന്നു. ട്രിപ്പ് മുടക്കാത്ത സർവീസ് മൈത്രി ബസ്സിന് ഉപ്പിലിക്കയിൽ പൗരസ്വീകരണം. മിൽമയുടെ സഹകരണത്തോടെ പട്ടികജാതി വികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഐസ്ക്രീം കനോപ്പി വാഹനങ്ങളുടെ വിതരണോദ്ഘാടനം നടന്നു. ബി.ഡി. ലേബർ യൂണിയൻ CATU കോട്ടച്ചേരി ഡിവിഷൻ സമ്മേളനത്തിന് സമാപനം. ബേക്കൽ ഉപജില്ലാ കലോത്സവത്തിന് പുല്ലൂർ UP സ്കൂൾ ഒരുങ്ങി. പന്തൽ കാൽനാട്ടുകർമ്മം നടന്നു. വാർത്തകൾ വിശദമായി. കാസർഗോഡിന് ഉത്സവ പ്രതിച്ഛായ പകർന്ന് സാമൂഹ്യനീതി ദിനാഘോഷത്തിന് തുടക്കമായി. നഗരസഭാ സ്റ്റേഡിയത്തിൽ 3 ദിവസങ്ങളായി നടക്കുന്ന ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം മന്ത്രി ഡോക്ടർ എം.കെ. മുനീർ നിർവഹിച്ചു. 3 ദിവസം നീണ്ടു നിൽക്കുന്ന സംസ്ഥാന സാമൂഹ്യനീതി ദിനാഘോഷ പരിപാടികൾക്ക് തുടക്കമായി. അശരണർക്കും അഗതികൾക്കും അംഗപരിമിതർക്കും മാനസിക വെല്ലുവിളി നേരിടുന്നവർക്കും സമ്പൂർണ്ണ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് സംസ്ഥാന സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കുന്ന വിവിധ ക്ഷേമ വികസന പദ്ധതികളെ പൊതുജനങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതിനും ഉപയോഗപ്പെടുത്തുന്നതിനും വേണ്ടിയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. വിദ്യാനഗർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിലെ 7 വേദികളിലായാണ് പരിപാടികൾ നടക്കുന്നത്. വിദ്യാനഗർ വാട്ടർ അതോറിറ്റി ഓഫീസ് പരിസരത്തു നിന്നും ആരംഭിച്ച ഘോഷയാത്രയോടെയാണ് പരിപാടിക്ക് തുടക്കമായത്. ജില്ലാ കലക്ടർ PS മുഹമ്മദ് സഗീർ ഫ്ളാഗ് ഓഫ് ചെയ്ത ഘോഷയാത്രയിൽ മന്ത്രി എം.കെ. മുനീർ, MLA-മാർ, ത്രിതല പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ഉദ്യോഗസ്ഥർ തുടങ്ങി 100 കണക്കിന് പേർ അണിനിരന്നു. മുത്തുകുട, ശിങ്കാരിമേളം, നാസിക് ബാൻഡ്, കേരളത്തിന്റെ സാംസ്കാരിക പെരുമ വിളിച്ചോതുന്ന നിരവധി വേഷങ്ങൾ എന്നിവ ഘോഷയാത്രയ്ക്ക് പൊലിമ പകർന്നു. തുടർന്ന് നടന്ന സമ്മേളനം ഡോക്ടർ എം.കെ. മുനീർ ഉദ്ഘാടനം ചെയ്തു. എൻ.എ. നെല്ലിക്കുന്ന് MLA അധ്യക്ഷത വഹിച്ചു. കർണാടക ആരോഗ്യമന്ത്രി UT ഖാദർ മുഖ്യാതിഥിയായിരുന്നു. P. കരുണാകരൻ MP വിഭിന്നശേഷി നിർണയ ക്യാമ്പും K. കുഞ്ഞിരാമൻ MLA എക്സിബിഷനും ഉദ്ഘാടനം ചെയ്തു. E. ചന്ദ്രശേഖരൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PP. ശ്യാമളാദേവി, സിഡ്കോ ചെയർമാൻ CT. അഹമ്മദ് അലി, ചെർക്കളം അബ്ദുള്ള, ജില്ലാ കലക്ടർ PS. മുഹമ്മദ് സഗീർ, ജില്ലാ പോലീസ് ചീഫ് തോംസൺ ജോസ്, ഡോക്ടർ കമറുനിസ അൻവർ, VN ജിതേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. പരിപാടിയുടെ ഭാഗമായി വിവിധ വകുപ്പുകളുടെ പ്രദർശനം, സെമിനാർ, സമ്മേളനം, ഡോക്യുമെന്ററി പ്രദർശനം തുടങ്ങി നിരവധി പരിപാടികളും ഒരുക്കിയിട്ടുണ്ട്. ആഘോഷ പരിപാടി ഞായറാഴ്ച സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം ജനുവരി 5 മുതൽ 9 വരെ കാടങ്കോട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തും. സംഘാടക സമിതി രൂപവൽക്കരണ യോഗം കഴിഞ്ഞ ദിവസം നടന്നു. സംഘാടക സമിതി രൂപീകരണം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP. ശ്യാമളാദേവി ഉദ്ഘാടനം ചെയ്തു. ഇനിയുള്ള ദിവസങ്ങൾ നമുക്ക് പ്രവർത്തനം, അതായത് ഈ മേള വിജയിപ്പിക്കുന്നത് വരെ ഈ നാട്ടിലെ മുഴുവൻ ആളുകളും ഈ പ്രവർത്തനങ്ങളുമായി ഇവിടെ തന്നെ ഉണ്ടാവും എന്ന പ്രതീക്ഷയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. എന്തായാലും ഇതിനു മുമ്പത്തെ മത്സരങ്ങൾ ഇവിടെ തന്നെ വേണമെന്ന ആവശ്യം ഉന്നയിച്ചപ്പോൾ അതിനൊരു തടസ്സം എന്ന രീതിയിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടിയപ്പോൾ വീണ്ടും വളരെ നേരത്തെ തന്നെ ഈ സ്കൂൾ ഇങ്ങനെ ഒരു ആവശ്യമായി വരുമ്പോൾ അത് ഈ നാട്ടുകാരുടെ മുഴുവൻ ആവശ്യം എന്ന രീതിയിലാണ് അതിന്റെ സംഘാടകരെ തീരുമാനിക്കുമ്പോൾ നമ്മൾ പരിഗണിച്ചിട്ടുള്ളത്. ആ ഒരു പരിഗണന നല്ല രീതിയിൽ ഇവിടുത്തെ നാട്ടുകാർ നിറവേറ്റി തരുമെന്ന വിശ്വാസമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ആ രീതിയിൽ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് മുഴുവൻ ആളുകളുടെയും സഹകരണത്തോടു കൂടി ഈ പഞ്ചായത്തിന്റെ എല്ലാ വിഭാഗം ആളുകളെയും ഈ പരിപാടിയിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് ഓരോ വീട്ടിലും ഇതിന്റെ സന്ദേശങ്ങൾ എത്തിച്ചുകൊണ്ട് നല്ല മേളയാക്കി മാറ്റാൻ വേണ്ടി സാധിക്കണം. ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C. കാർത്തിയായനി അധ്യക്ഷത വഹിച്ചു. K. കുഞ്ഞിരാമൻ MLA, P. ജനാർദ്ദനൻ, K. സുജാത, മുകേഷ് ബാലകൃഷ്ണൻ, DDE C. രാഘവൻ, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ KP. പ്രകാശ് കുമാർ, TM. സദാനന്ദൻ, ലത്തീഫ് നീലഗിരി, K. നാരായണൻ, V. നാരായണൻ, A. അമ്പൂഞ്ഞി, VV. നാരായണൻ നമ്പൂതിരി തുടങ്ങിയവർ സംസാരിച്ചു. PP. ശ്യാമളാദേവി ചെയർപേഴ്സണും C. രാഘവൻ കൺവീനറുമായുള്ളതാണ് സംഘാടക സമിതി. മിൽമയുടെ സഹകരണത്തോടെ ഐസ്ക്രീം കനോപ്പി വാഹനം വിതരണം ചെയ്തു. പട്ടികജാതി വികസന വകുപ്പിന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്.
മലബാർ മേഖലയിലെ പട്ടികജാതി വിഭാഗം യുവാക്കളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. മലബാർ മേഖലയിലെ 6 ജില്ലകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 100 പട്ടികജാതി യുവാക്കൾക്ക് ഐസ്ക്രീം കനോപ്പി വാഹനം വിതരണം ചെയ്യുന്നതാണ് പദ്ധതി. ഒരാൾക്ക് 2.5 ലക്ഷം രൂപയുടെ ആനുകൂല്യമാണ് ഇതുവഴി ലഭ്യമാകുന്നത്. മിൽമ ഐസ്ക്രീമിന്റെ പരസ്യത്തോടൊപ്പമുള്ള കനോപ്പി ഘടിപ്പിച്ച ആപ്പെ ഓട്ടോറിക്ഷയും യൂട്ടി ഫ്രീസറും മറ്റ് അനുബന്ധ സൗകര്യങ്ങളുമാണ് ഇതുവഴി നൽകുന്നത്. ജില്ലയിലെ 15 പേർക്ക് ഐസ്ക്രീം കനോപ്പി വാഹനം വിതരണം ചെയ്യുകയുണ്ടായി. മിൽമ മലബാർ മേഖലാ ചെയർമാൻ KN സുരേന്ദ്രൻ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. സാധാരണ മറ്റേതെങ്കിലും വകുപ്പുകളിൽ കൂടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി പണം നമുക്ക് ലഭ്യമാകുമ്പോൾ അതിനൊരു മോണിറ്ററിംഗ് സംവിധാനമില്ല. പക്ഷേ മിൽമയെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഗവൺമെന്റ് ഏൽപ്പിക്കുമ്പോൾ അതിന് കൃത്യമായ ഒരു മോണിറ്ററിംഗ് സംവിധാനം നമുക്കുള്ളതുകൊണ്ട് ഇത് ആർക്കും മിസ്യൂസ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന കഴിഞ്ഞ വർഷം നമ്മളൊരു 15 കനോപ്പി വാഹനം കഴിഞ്ഞ വർഷം കൊടുത്തു. ഈ വർഷം ഇന്ന് നിങ്ങൾക്കും 15 കനോപ്പി വാഹനം ഞങ്ങൾ തരികയാണ്. ഈ ഓട്ടോറിക്ഷ വാഹനം നിങ്ങൾക്ക് തരുന്നത് അതിന്റെ ലാഭത്തിൽ നിന്നുള്ള ഒരു പൈസയും ഞങ്ങൾക്ക് നിങ്ങൾ തരണ്ട. നിങ്ങൾ ഒരു പൈസ പോലും ഇതിൽ തിരിച്ചടക്കുകയും വേണ്ട. പക്ഷെ നിങ്ങൾ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. ഏകദേശം 2.5 ലക്ഷം രൂപയോളം വില വരുന്ന 2 ലക്ഷം രൂപയോളം വില വരുന്ന ഈ ഓട്ടോറിക്ഷ കനോപ്പി ഘടിപ്പിച്ച വാഹനം നിങ്ങളുടെ താക്കോൽ ഞങ്ങൾ തരിക. പട്ടികജാതി ക്ഷേമ വകുപ്പ് ഓഫീസർ JC ടോം അധ്യക്ഷനായി. PA രമേശൻ, V കമ്മാരൻ, ഷാജിമോൻ തുടങ്ങിയവർ സംസാരിച്ചു. കേന്ദ്ര സർവകലാശാലയുടെ പ്രവർത്തന മേഖലകളെ പരിചയപ്പെടുത്തി ഫ്ലൈറ്റ് ടു വിസ്ഡം പരിപാടി പെരിയയിൽ നടന്നു. കേന്ദ്ര സർവകലാശാലയുടെ പ്രവർത്തനങ്ങളും ഭാവി വികസന സാധ്യതകളും പൊതുജനങ്ങളെയും വിദ്യാർത്ഥികളെയും അറിയിക്കുന്നതിനുള്ള വേദിയായി ഫ്ലൈറ്റ് ടു വിസ്ഡം പരിപാടി മാറുകയുണ്ടായി. കേന്ദ്ര സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ G ഗോപകുമാർ വിവിധ മേഖലകളിലെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു. ഫ്ലൈറ്റ് ടു വിസ്ഡം പരിപാടി K കുഞ്ഞിരാമൻ MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ വിവിധ കോളേജുകൾ, വിദ്യാലയങ്ങൾ, സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങി 20ഓളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയിരുന്നു. കേന്ദ്ര സർവകലാശാലയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ വിദ്യാർത്ഥികൾ വൈസ് ചാൻസലർക്ക് മുമ്പിൽ ഉന്നയിച്ചു. കേന്ദ്ര സർവകലാശാല പൊതുജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കുമായി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രവർത്തനങ്ങൾ വൈസ് ചാൻസലർ G ഗോപകുമാർ വിശദീകരിച്ചു. ഒരു സർവകലാശാലയെ സമ്മാനിച്ചിട്ട് 5 വർഷം കഴിഞ്ഞിരിക്കുന്നു. ആദ്യത്തെ വൈസ് ചാൻസലർ ഡോക്ടർ ജാൻസി ജെയിംസ് യൂണിവേഴ്സിറ്റി ഔപചാരികമായി തുടങ്ങുന്നതിന് 4 മാസം മുമ്പേ തന്നെ ചുമതല ഏറ്റെടുത്തു. ഫെബ്രുവരി 2-ാം തീയതിയാണ് അവിടെ നിയമിച്ചത്. 2009 ജൂൺ 4, 2009 ഔപചാരികമായി സർവകലാശാല നിലവിൽ വന്നത്. അതിനുള്ള പ്രാരംഭ ചുമതലകളും പണികളും ചെയ്യാനായിരുന്നു ആദ്യത്തെ വൈസ് ചാൻസലർ തുടക്കത്തിൽ തന്നെ നിർദ്ദേശിച്ചു. കേന്ദ്ര സർവകലാശാല രജിസ്ട്രാർ ഗോപിനാഥൻ, നവോദയ പ്രിൻസിപ്പൽ KM വിജയകൃഷ്ണൻ, പഞ്ചായത്ത് പ്രസിഡന്റ് CK അരവിന്ദാക്ഷൻ തുടങ്ങിയവർ സംസാരിച്ചു. സ്മാർട്ട് പെരിയ പ്രസിഡന്റ് V കുമാരൻ മാസ്റ്റർ മോഡറേറ്ററായി. സ്മാർട്ട് പെരിയ സെക്രട്ടറി K വിജയൻ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി P സുകുമാരൻ നന്ദിയും പറഞ്ഞു. 1.5 ദശകകാലമായി ട്രിപ്പ് മുടക്കാതെ സർവീസ് നടത്തിയ മൈത്രി ബസിന് ഉപ്പിലിക്കയിൽ നാട്ടുകാരുടെ സ്വീകരണം. പ്രാർത്ഥന പുരുഷ സ്വയം സഹായ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് ഈ സ്വീകരണം ഒരുക്കിയത്. ഒരു തവണ പോലും ട്രിപ്പ് മുടക്കാതെ സർവീസ് നടത്തിയ മൈത്രി ബസിനും ജീവനക്കാർക്കും ഉപ്പിലിക്കയിലെ നാട്ടുകാർ സ്വീകരണമൊരുക്കി. കാഞ്ഞങ്ങാട് നിന്നും ആരംഭിച്ച് അരയിപ്പാലം ഉപ്പിലിക്കൈ വഴി നീലീശ്വരത്തേക്ക് മൈത്രി ബസ് 15 വർഷക്കാലമായി സർവീസ് നടത്തിവരികയാണ്. ഉൾപ്രദേശങ്ങളായതിനാൽ പ്രദേശത്തെ ഭൂരിഭാഗം ജനങ്ങളും ഈ സ്വകാര്യ ബസിനെയാണ് ആശ്രയിക്കാറുള്ളത്. കലഹങ്ങൾ ഇല്ലാത്ത സുഖകരമായ യാത്ര ഉറപ്പു നൽകുന്ന മൈത്രി ബസിലെ ജീവനക്കാരെയും ചടങ്ങിൽ ആദരിച്ചു. ഡ്രൈവർ രമേശൻ, കണ്ടക്ടർ സുരേഷ്, ക്ലീനർ മജീദ് എന്നിവരെയാണ് ആദരിച്ചത്. ഉപ്പിലിക്കയിൽ എത്തിയ ബസിനെ പുരുഷ സ്വയം സഹായ സംഘം പ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് അലങ്കരിച്ചു. സ്വീകരണ ചടങ്ങിൽ വെച്ച് ജീവനക്കാർക്ക് കാക്കിയുടുപ്പ് ഉപഹാരമായി നൽകി. പ്രാർത്ഥനാ സംഘം പ്രസിഡന്റ് വിജയൻ ഉപ്പിലിക്കൈ ഉപഹാരം കൈമാറി. സത്യസന്ധതയും കൃത്യനിഷ്ഠയുമാണ് ജീവനക്കാർക്കും ബസ്സിനും സ്വീകരണം നൽകാൻ പ്രേരിപ്പിച്ചതെന്ന് വിജയൻ പറഞ്ഞു. രാവിലെ നിശ്ചയ സമയത്ത് വന്ന് യാത്രക്കാരെ എടുത്ത് യഥാസ്ഥാനത്ത് എത്തിച്ച് വൈകിട്ട് യാത്രക്കാരെ കൊണ്ട് ഒരു രക്ഷാകർത്താവിനെ പോലെ അതേ സമയത്ത് എത്തി യാത്രക്കാരെ തിരിച്ച് നാട്ടിലേക്ക് എത്തിക്കുന്ന നമ്മുടെ മൈത്രി ബസ് എന്ത് പ്രതിസന്ധി വന്നാലും ആ സമയത്ത് ബസ്സില്ലെങ്കിൽ മറ്റൊരു ബദൽ സംവിധാനം ഉണ്ടാക്കി
യാത്രക്കാരെ പ്രതീക്ഷ ഒട്ടും കളയാതെ ഈ സർവീസ് നടത്തുന്നത് അവർക്ക് ഇനിയും മുൻപോട്ട് അതിനുള്ള എല്ലാവിധ അനുഗ്രഹവും ദൈവം കൊടുക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ബസ്സിനകത്ത് ഒരു ക്ലോക്കും നൽകുകയുണ്ടായി. യാത്രക്കാർക്ക് മധുര വിതരണവും നടത്തി. ചടങ്ങിന് പ്രാർത്ഥന പുരുഷ സ്വയം സഹായ സംഘം പ്രസിഡന്റ് വിജയൻ ഉപ്പിലിക്കൈ, സെക്രട്ടറി സുധി, ടി.വി. മണിരാജ്, ഇ.വി. സന്തോഷ്, വികാസ് ബാബു, പി.വി. ബിജു തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ബേക്കൽ ഉപജില്ലാ കലോത്സവത്തിന് പുല്ലൂർ ഗവൺമെന്റ് യു.പി. സ്കൂൾ ഒരുങ്ങി. പന്തൽ കാൽനാട്ട് കർമ്മം നടന്നു. ഡിസംബർ 1 മുതൽ 5 വരെ തീയതികളിൽ നടക്കുന്ന ബേക്കൽ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് പുല്ലൂർ യു.പി. സ്കൂളിൽ ഒരുക്കങ്ങൾ തുടങ്ങി. ഡിസംബർ 1 മുതൽ 5 വരെ തീയതികളിലായാണ് കലോത്സവം നടക്കുന്നത്. 67 വിദ്യാലയങ്ങളിൽ നിന്നായി 3000-ഓളം പ്രതിഭകൾ മത്സരത്തിൽ പങ്കെടുക്കാനെത്തും. കലോത്സവത്തിന്റെ വേദികൾക്കായുള്ള പന്തലിന്റെ കാൽനാട്ട് കർമ്മം നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് C.K. അരവിന്ദാക്ഷനും സംഘാടക സമിതി വൈസ് ചെയർമാൻ അരവിന്ദൻ മാണിക്കോത്തും ചേർന്ന് പന്തൽ കാൽനാട്ട് കർമ്മം നിർവഹിച്ചു. ചടങ്ങിൽ PTA പ്രസിഡന്റ് വി. സുരേഷ് അധ്യക്ഷനായി. ഹെഡ്മാസ്റ്റർ ജി. ശിവരാജൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി.വി. കരിയൻ, വാർഡംഗം വി. നാരായണൻ, എം. ശൈലജ, സംഘാടക സമിതി ഭാരവാഹികളായ എം. വി. നാരായണൻ, പ്രസാദ് പുല്ലൂർ, എ. കൃഷ്ണൻ, ഗീത, എം. ശ്രീധരൻ നമ്പ്യാർ, നാരായണൻ കോട്ടക്കൊച്ചി തുടങ്ങിയവർ പങ്കെടുത്തു. കാസർഗോഡ് വൻ പാൻമസാല വേട്ട. ടെമ്പോയിൽ കടത്തുകയായിരുന്ന 6400 പാക്കറ്റ് പാൻമസാല ഉൽപ്പന്നങ്ങൾ പിടികൂടി. 2 പേർ അറസ്റ്റ്. മൊഗ്രാലിലെ പുരുഷോത്തമൻ, അടുക്കത്ത് ബയലിലെ നവീൻ കുമാർ എന്നിവരാണ് അറസ്റ്റിലായത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെ കാസർഗോഡ് ബാങ്ക് റോഡിൽ വെച്ചാണ് ടെമ്പോയിൽ നിന്നും പാൻമസാല ഉൽപ്പന്നങ്ങൾ പിടികൂടിയത്. പച്ചക്കറി ലോറിയിൽ പച്ചക്കറിയോടൊപ്പം മംഗലാപുരത്ത് നിന്നും കടത്തിക്കൊണ്ടുവന്ന 6600 പാക്കറ്റ് പാൻമസാല ഉൽപ്പന്നങ്ങളാണ് പോലീസ് പിടികൂടിയത്. പാൻമസാല കടത്തിയ KL 14 E 3766 നമ്പർ ലോറി പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചാക്കുകളിലാക്കിയായിരുന്നു പാൻമസാലകൾ ലോറിയിൽ സൂക്ഷിച്ചിരുന്നത്. രഹസ്യവിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ലോറി പരിശോധിച്ചത്. നഗരത്തിൽ പല കടകളിലുമായി പച്ചക്കറി ഇറക്കി വരികയായിരുന്നു ലോറി. ബാങ്ക് റോഡിലുള്ള ഒരു പച്ചക്കറി കടയിലേക്ക് പോകുമ്പോൾ ലോറി തടഞ്ഞു നിർത്തി പോലീസ് പരിശോധിക്കുകയും പാൻമസാല ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുക്കുകയുമായിരുന്നു. കർണാടകയിൽ നിന്നും വൻതോതിൽ പാൻമസാല ഉൽപ്പന്നങ്ങൾ കാസർഗോട്ടേക്ക് കടത്തുന്നതായി നേരത്തെ തന്നെ പോലീസിന് വിവരം ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പാൻമസാല കടത്തിനെതിരെ പോലീസ് കർശനമായ നടപടികളാണ് സ്വീകരിച്ചു വരുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സീനിയർ സിറ്റിസൺ ഫോറം ജില്ലാ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം പുതിയകോട്ടയിൽ നടന്നു. പുതിയകോട്ട എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന് സമീപത്താണ് ഓഫീസ് പ്രവർത്തിക്കുന്നത്. കേരള സീനിയർ സിറ്റിസൺ ഫോറത്തിന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം നടന്നു. പുതിയകോട്ടയിലാണ് ഓഫീസ് കെട്ടിടം പ്രവർത്തിക്കുന്നത്. സംസ്ഥാന സെക്രട്ടറി ജോർജ് വർഗീസ് ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ പ്രസിഡന്റ് ടി. അബൂബക്കർ ഹാജി അധ്യക്ഷനായി. ജില്ലാ പ്രസിഡന്റ് KCS നായർ, ജില്ലാ വൈസ് പ്രസിഡന്റ് KJ അഗസ്റ്റിൻ എന്നിവർ സംസാരിച്ചു. ഹോസ്ദുർഗ് യൂണിറ്റ് സെക്രട്ടറി H. കൃഷ്ണൻ നന്ദി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കാഞ്ഞങ്ങാട്. CPIM പുല്ലൂർ ലോക്കൽ സമ്മേളനത്തിന് സമാപനം. പൊള്ളക്കടയിലാണ് സമ്മേളനം നടന്നത്. CPIM പുല്ലൂർ ലോക്കൽ സമ്മേളനം പൊള്ളക്കടയിൽ നടന്നു. CPIM ലോക്കൽ കമ്മിറ്റി അംഗം PV കണ്ണൻ മാസ്റ്റർ പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത്. P. കുഞ്ഞിക്കള്ളൂർ രക്തസാക്ഷി പ്രമേയം അവതരിപ്പിച്ചു. V. നാരായണൻ മാസ്റ്റർ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. ലോക്കൽ സമ്മേളനം CPIM ജില്ലാ കമ്മിറ്റി അംഗം മുൻ MLA KV കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ വഴിയിൽ ഉണ്ടായിട്ടുള്ള ചില പോരായ്മകൾ ഇന്ത്യയിൽ നടക്കേണ്ടുന്ന സാമൂഹ്യ മാറ്റത്തിന്റെ വിപ്ലവത്തിന്റെ അടവും തന്ത്രവും ഒക്കെ നിർണ്ണയിക്കുന്ന കാര്യത്തിൽ വന്നിട്ടുള്ള കാലതാമസം, ഇവയെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുന്നേറ്റത്തിൽ വിഘാതമായി നിന്നിട്ടുള്ള ഘടകങ്ങളാണ്. A. കൃഷ്ണൻ അധ്യക്ഷനായി. ലോക്കൽ സെക്രട്ടറി MV നാരായണൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം AK നാരായണൻ, ഏരിയ സെക്രട്ടറി M. പൊക്ലൻ, TV കരിയൻ, ചെറാക്കോട്ട് കുഞ്ഞിക്കണ്ണൻ, P. കൃഷ്ണൻ, AV കുഞ്ഞമ്പു തുടങ്ങിയവർ സംസാരിച്ചു. അജാനൂർ ഗവൺമെന്റ് LP സ്കൂളിന് കമ്പ്യൂട്ടർ കൈമാറി. E. ചന്ദ്രശേഖരൻ MLA-യുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നാണ് കമ്പ്യൂട്ടർ അനുവദിച്ചത്. അജാനൂർ ഗവൺമെന്റ് LP സ്കൂളിന് E. ചന്ദ്രശേഖരൻ MLA-യുടെ പ്രാദേശിക ഫണ്ടിൽ നിന്നും അനുവദിച്ച കമ്പ്യൂട്ടറിന്റെ കൈമാറ്റ ചടങ്ങ് നടന്നു. E. ചന്ദ്രശേഖരൻ MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കുന്ന പണമാണ് സർക്കാരിന്റെ ഖജാനാവിലെ പണം. സർക്കാർ ജനങ്ങളിൽ നിന്ന് പിരിക്കുകയും ജനങ്ങളിലേക്ക് തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഏർപ്പാടാണ് MLA-മാരുടെയും MP-മാരുടെയും ഒക്കെ ഫണ്ടിലൂടെ ചെയ്യുന്നത്. സർക്കാരിന്റെ കയ്യിൽ വേറെ പണമില്ല. സർക്കാർ നമ്മുടെ നാട്ടിലെ ജനങ്ങളിൽ നിന്ന് പിരിക്കുന്ന നികുതിയാണ് സർക്കാർ ഖജാനാവിലെ മുതൽ എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ അധ്യാപകന്മാർക്ക് ശമ്പളം കൊടുക്കുന്നത്,
അതുപോലെ നമ്മുടെ നാടിൻ്റെ വിവിധങ്ങളായ വികസന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുക, എല്ലാ കാര്യങ്ങളും അതാണ്. അപ്പോൾ അതൊക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ MLA-മാരായിരിക്കുന്ന ആളുകൾ അവരവരുടെ നിയോജക മണ്ഡലങ്ങളിലെ പ്രത്യേക പ്രദേശങ്ങളിൽ നിലനിൽക്കുന്ന അത്യാവശ്യം വരുന്ന കാര്യങ്ങൾ നിർവഹിച്ചു കൊടുക്കാൻ അവർക്കുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ അവസരം നൽകിയാണ്. SMC ചെയർമാൻ PV സൈധു അധ്യക്ഷനായി. ബേക്കൽ BPO ശിവാനന്ദൻ, SK കുട്ടൻ, CH നജ്മ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന അധ്യാപിക സാവിത്രി ടീച്ചർ സ്വാഗതവും TK റഷീദ് നന്ദിയും പറഞ്ഞു. ജൈവകൃഷി പ്രോത്സാഹന പരിപാടികളുമായി BJPയും ജനങ്ങളിലേക്ക് ഇറങ്ങുന്നു. പാർട്ടിയുടെ കീഴിലുള്ള ഭാരതീയ ജനതാ കർഷക മോർച്ചയാണ് പരിശീലന പരിപാടികളുമായി എത്തിയിരിക്കുന്നത്. ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയുടെ ചുവടുപിടിച്ചാണ് ഭാരതീയ ജനതാ കർഷക മോർച്ച വിപുലമായ പരിപാടികൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. ജില്ലയ്ക്കകത്ത് ജൈവകൃഷിയിൽ പുതുമാതൃക സൃഷ്ടിക്കാൻ കർഷക മോർച്ച നേതൃത്വം നൽകുമെന്ന് നേതാക്കൾ പറഞ്ഞു. In 60 years rule of Congress government, they are not applied to solve these issues. Farmers are dying, especially in Kerala, due to these chemical fertilizers and the deaths. So many farmers have died, but so far no government till today in Kerala, they have not thought of these issues. As soon as BJP government stabilized its government in the state, immediately they think towards this issue, towards Kerala, and very immediately they found out a solution. The best solution is the improvement of organic agriculture, through which we can safeguard our farmers as well as our food security, through which we can safeguard our people. നീലേശ്വരത്ത് നടന്ന പരിശീലന പരിപാടി കർഷക മോർച്ച ദേശീയ സെക്രട്ടറി ശങ്കരനാരായണ റെഡ്ഡി ഉദ്ഘാടനം ചെയ്തു. സുകുമാരൻ കാലിക്കടവിന്റെ അധ്യക്ഷതയിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് SK കുട്ടൻ, സംസ്ഥാന സെക്രട്ടറി PR മുരളീധരൻ, BJP ജില്ലാ സെക്രട്ടറി K ശ്രീകാന്ത്, തൃക്കരിപ്പൂർ മണ്ഡലം പ്രസിഡന്റ് T രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. രാസവളത്തിന്റെ ഉപയോഗം ഇല്ലാതാക്കി കർഷകരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളുമായിട്ട് മുമ്പോട്ട് പോയിരിക്കുകയാണ്. ഇതിന്റെ രാസവളത്തിന്റെ ഉപയോഗത്തിൽ ഏറ്റവും വലിയ വിപത്തിന്റെ ഇരകളാണ്. അതിലൊരു ഉദാഹരണമാണ് എൻഡോസൾഫാൻ ഉപയോഗം. എൻഡോസൾഫാൻ ഉപയോഗിച്ചുകൊണ്ട് കാസർഗോഡ് ജില്ലയിലടക്കം പലരും മരിക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ 60 വർഷമായിട്ട് കോൺഗ്രസ് സർക്കാർ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. MS സന്തോഷ്, സുനിൽ, MN ഗോപി എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു. വാർത്തകൾ തുടരുന്നു. ഡിസംബർ 5 ദേശീയ പ്രക്ഷോഭം വിജയിപ്പിക്കുവാൻ തീരുമാനം. BD ലേബർ യൂണിയൻ CATU അജാനൂർ ഡിവിഷൻ സമ്മേളനത്തിന് സമാപനം. ഡിസംബർ 5 രാജ്യവ്യാപകമായി സംഘടിപ്പിക്കുന്ന ദേശീയ പ്രക്ഷോഭം വിജയിപ്പിക്കാൻ BD ലേബർ യൂണിയൻ CATU അജാനൂർ ഡിവിഷൻ സമ്മേളനം തീരുമാനിച്ചു. സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിലാണ് പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നത്. അടോട്ട് വെച്ച് നടന്ന സമ്മേളനത്തിൽ KP ബാലൻ പതാക ഉയർത്തി. P ശാന്തകുമാരി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. P നാരായണൻ, കൊടാട്ട് കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. P കാര്യമ്പു സ്വാഗതം പറഞ്ഞു. പുതിയ സെക്രട്ടറിയായി P കാര്യമ്പുവിനെയും പ്രസിഡന്റായി KP ബാലനെയും തെരഞ്ഞെടുത്തു. BD ലേബർ യൂണിയൻ CATU കോട്ടച്ചേരി ഡിവിഷൻ സമ്മേളനത്തിന് സമാപനം. അതിയാമ്പൂർ ബാലബോധിനി വായനശാലയിലാണ് സമ്മേളനം നടന്നത്. BD ലേബർ യൂണിയൻ CATU കോട്ടച്ചേരി ഡിവിഷൻ സമ്മേളനം CPIM ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് P അപ്പുക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു. പരമ്പരാഗത വ്യവസായങ്ങളാകെ തന്നെ ആവശ്യമായിട്ടുള്ള സംരക്ഷണം ലഭിക്കാതെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കേരളത്തിൽ എത്തുന്ന സമയത്ത് ഇതായിരുന്നില്ല. തകർച്ചയിലേക്ക് പോകുന്ന വ്യവസായങ്ങൾ കണ്ടെത്തുകൊണ്ട് അവയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാട് ആ ഗവൺമെന്റ് ബീഡി വ്യവസായം ഉൾപ്പെടെ തകർച്ചയിൽ സംരക്ഷിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ചില സഹായങ്ങൾ ആ ഗവൺമെന്റ് ചെയ്തു. കയറും കൈത്തറിയും ഒക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടി റിബേറ്റ് അനാവിധത്തിലാണ് ഡിവിഷൻ സെക്രട്ടറി P നാരായണൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. P ലീല അധ്യക്ഷയായി. M ബാലകൃഷ്ണൻ രക്തസാക്ഷി പ്രമേയവും P കൃഷ്ണൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. BD ലേബർ യൂണിയൻ താലൂക്ക് ജോയിന്റ് സെക്രട്ടറി M രാമൻ, PV നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. PV നാരായണനെ സെക്രട്ടറിയായും P കൃഷ്ണനെ ജോയിന്റ് സെക്രട്ടറിയായും P ലീലയെ പ്രസിഡന്റായും C ലക്ഷ്മിയെ വൈസ് പ്രസിഡന്റായും സമ്മേളനം തെരഞ്ഞെടുത്തു. രോഗികൾക്ക് മാനസികോല്ലാസവും മനക്കരുത്തും നൽകുവാൻ പ്രശസ്ത സിനിമാ താരം ഇന്നസെന്റ് നീലേശ്വരത്തെത്തുന്നു. ഇന്നസെന്റ് മൊത്ത് ഒരു ദിനം സ്നേഹസ്പർശം എന്ന പേരിലാണ് സംഘടിപ്പിക്കുന്നത്. അയ്യോ ചേടാ,
മനുഷ്യന് കാലെടുത്ത് കുത്താൻ നിവൃത്തിയില്ലാത്ത വിധത്തിലാണല്ലോ ഈ സ്വാമി ഇവിടെ ഗ്രില്ല് വരച്ച് വെച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ മനുഷ്യൻ നടക്കണ്ടേ? വേണ്ട, ചവിട്ടണ്ട. ഇതല്ല, ഇതിനപ്പുറം ചാടി കടന്നവനാണ് ഈ കെ ജോസ്. അയ്യോ എന്റെ ദൈവമേ! എവിടുന്നാ വന്നേ? അഭിനയത്തിലെ വ്യത്യസ്ത ഭാവങ്ങൾ മലയാളിക്ക് സമ്മാനിച്ച ഇന്നസെന്റ് ശനിയാഴ്ച എത്തുന്നതിന്റെ ആഹ്ലാദത്തിലാണ് സംഘാടകരും അണിയറക്കാരും. നെഹ്റു കോളേജ് NCC എക്സ് കേഡറ്റ് ഫോറം നീലേശ്വരത്തെ സന്നദ്ധ സാംസ്കാരിക സംഘടനകളുമായി ചേർന്നാണ് സ്നേഹസ്പർശം ഒരുക്കുന്നത്. കിടപ്പിലായ രോഗികളെ വീടുകളിൽ ചെന്ന് ശുശ്രൂഷിക്കുക എന്ന ജീവകാരുണ്യ പ്രവർത്തനം നടത്തിവരുന്ന കരുണ പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ 4ാം വാർഷികത്തിന്റെ ഭാഗമായാണ് ഇന്നസെന്റ് മുത്ത് ഒരു ദിനം എന്ന പരിപാടി സംഘടിപ്പിക്കുന്നത്. ശനിയാഴ്ച രാവിലെ 10 മണിക്ക് പടന്നക്കാട് നെഹ്റു കോളേജിൽ നഗരസഭാ ചെയർപേഴ്സൺ വി ഗൗരിയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ചടങ്ങിൽ ഇന്നസെന്റ് MP മുഖ്യപ്രഭാഷണം നടത്തും. ഗ്രാമവികസന മന്ത്രാലയത്തിന്റെ ഡയറക്ടർ മനോജ്, കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ A മുരളീധരൻ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുക്കും. നഗരസഭാ അധ്യക്ഷ വി ഗൗരി, ജനറൽ കൺവീനർ KV പ്രസാദ്, മാസ് പ്രഭാകരൻ, പിനാൻ നീലീശ്വരം, രജീഷ് കൊറോത്ത, മഞ്ജുനാഥ പ്രഭു, രാജമോഹൻ നായർ, അഡ്വക്കേറ്റ് KV രാജേന്ദ്രൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പരിപാടികൾ വിശദീകരിച്ചു. ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോയുടെ നവീകരിച്ച ഷോറൂം കാഞ്ഞങ്ങാട് നായ ബസാറിൽ പ്രവർത്തനം തുടങ്ങി. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സൈബർ ബോധവൽക്കരണ റാലിയും നടന്നു. 1998 പ്രവർത്തനം തുടങ്ങിയ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോയുടെ നവീകരിച്ച ഷോറൂം കാഞ്ഞങ്ങാട് നയ ബസാറിൽ പ്രവർത്തനം ആരംഭിച്ചു. മൊബൈൽ ഫോൺ രംഗത്തെ നൂതന സാങ്കേതിക വിദ്യകളുമായാണ് ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ പ്രവർത്തനം നടത്തുന്നത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്ന സൈബർ ബോധവൽക്കരണ റാലി ഹോസ്റ്റർ ഇൻസ്പെക്ടർ TP സുമേഷ് ഫ്ളാഗ് ഓഫ് ചെയ്തു. നയ ബസാറിലെ നവീകരിച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് P കരുണാകരൻ MP ഉദ്ഘാടനം ചെയ്തു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ വളർച്ച വളരെ വലുതാണ്. പഴയ കാലഘട്ടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മുമ്പാണെങ്കിൽ കടലാസ് വേണം, പേന വേണം, പെൻസിൽ വേണം, പുസ്തകം വേണം. ഇതൊക്കെയായി ബന്ധപ്പെട്ടാണ് നമ്മൾ പഠിക്കാനും മറ്റൊക്കെ പോകുന്നത്. അതിന് വ്യത്യസ്തമായിട്ട് പൂർണ്ണമായും കമ്പ്യൂട്ടർ, അതുമായി ബന്ധപ്പെട്ട മറ്റ് ആപ്ലിക്കേഷൻ അത് ഒഴിവാക്കാൻ കഴിയാത്ത നിലയിലേക്ക് നമ്മുടെ രാജ്യം മാറിക്കൊണ്ടിരിക്കുകയാണ്. സർവീസ് സെന്ററിന്റെ ഉദ്ഘാടനം മുനിസിപ്പൽ ചെയർപേഴ്സൺ K ദിവ്യയും നിർവഹിച്ചു. ചടങ്ങിൽ പ്രകാശ് P നായർ അധ്യക്ഷത വഹിച്ചു. സൈബർ കുറ്റകൃത്യങ്ങളും സേവനങ്ങളും എന്ന വിഷയത്തിൽ സിവിൽ പോലീസ് ഓഫീസർ K പ്രകാശും സ്മാർട്ട് ഫോൺ നൂതന സാങ്കേതിക വിദ്യയും സ്വാധീനവും എന്ന വിഷയത്തിൽ ശ്യാം പ്രതീഷും ക്ലാസ് എടുത്തു. ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ കാഞ്ഞങ്ങാട് സെന്റർ ഹെഡ് മിസ്ഹബ്, നോർത്ത് ഓപ്പറേഷൻ GM ഉണ്ണികൃഷ്ണൻ, ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ സീനിയർ HR മാനേജർ രാകേഷ് B മേനോൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സാമൂഹ്യനീതി ദിനാഘോഷം കാസർഗോഡ് വൈവിധ്യമാർന്ന പരിപാടികളോടെ നടന്നു. ജില്ലാതല ഉദ്ഘാടനം മന്ത്രി MK മുനീർ നിർവഹിച്ചു. കാസർഗോഡ് റവന്യൂ ജില്ലാ കലോത്സവം 2015 ജനുവരി 5 മുതൽ 9 വരെ കാടങ്കോട് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. സംഘാടക സമിതി രൂപീകരണ യോഗം നടന്നു. കേന്ദ്ര സർവകലാശാലയുടെ പ്രവർത്തന പദ്ധതികളെ അറിയിച്ച് ഫ്ലൈറ്റ് ടു വിറ്റ്സം പരിപാടി പെരിയയിൽ നടന്നു. ട്രിപ്പ് മുടക്കാത്ത സർവീസ്, മൈത്രി ബസിന് ഉപ്പിലിക്കയിൽ പൗരസ്വീകരണം. മിൽമയുടെ സഹകരണത്തോടെ പട്ടികജാതി വികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഐസ്ക്രീം കനോപ്പി വാഹനങ്ങളുടെ വിതരണോദ്ഘാടനം നടന്നു. BD ലേബർ യൂണിയൻ CATU കോട്ടച്ചേരി ഡിവിഷൻ സമ്മേളനത്തിന് സമാപനം. ബേക്കൽ ഉപജില്ലാ കലോത്സവത്തിന് പുല്ലൂർ UP സ്കൂൾ ഒരുങ്ങി. പന്തൽ കാൽനാട്ടുകർമ്മം നടന്നു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.